നമസ്കാരം. ഞാറക്കൽ ഗ്രാമപഞ്ചായത്തിൽ നിർമ്മിച്ച ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ഹൈബി ഈഡൻ എം പി നിർവഹിച്ചു. ഞാറക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആശാ പൗലോസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വൈപ്പിൻ എം.എൽ.എ. ടോണി ചമ്മണി മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഞാറക്കൽ പഞ്ചായത്തിലെ ജനങ്ങളുടെ ക്ഷേമത്തിനായി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ആരോഗ്യ കേന്ദ്രം മികച്ച സൗകര്യങ്ങളോടെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നതെന്നും ആരോഗ്യ കേന്ദ്രത്തിന്റെ നടത്തിപ്പിന് ആവശ്യമായ എല്ലാവിധ പിന്തുണയും തന്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ ഹൈബി ഈഡൻ എം പി പറഞ്ഞു. സന്തോഷത്തോടുകൂടിയും ഏറെ അഭിമാനത്തോടു കൂടിയുമാണ് ഞാറക്കൽ ഗ്രാമപഞ്ചായത്തിൻ്റെ പരിധിയിൽ ഒരു ജനകീയ ആരോഗ്യ കേന്ദ്രം, ഒരു വെൽനസ് സെന്റർ, അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇന്ന് 15ാം ധനകാര്യ കമ്മീഷന്റെ ഗ്രാൻഡ് ഉപയോഗിച്ച് ഏകദേശം 55.5 ലക്ഷം രൂപ ഉപയോഗിച്ച് 1650 സ്ക്വയർ ഫീറ്റ് വളരെ മനോഹരമായി പൂർത്തീകരിച്ച ഈ കെട്ടിടത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടുകൂടി നടത്തിയതായി അറിയിക്കുകയാണ്. കേരളം പോലുള്ള ഒരു സ്റ്റേറ്റിൻ്റെ ഏറ്റവും മാതൃകാപരമായ പ്രവർത്തനം എന്ന് പറയുന്നത് ആരോഗ്യ മേഖലയിലാണ്. നിങ്ങൾ വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പോയാൽ ഇന്നും ആരോഗ്യരംഗം കേരളം ഒരു മാതൃകയാണ്. കേരള മോഡൽ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന മോഡൽ സക്സസ്ഫുൾ ആയിട്ടുള്ളത്, വിജയകരമായി മുന്നോട്ട് പോകുന്നതിൻ്റെ കാരണം ഗ്രാമഗ്രാമാന്തരങ്ങളിലുള്ള നമ്മുടെ ആരോഗ്യ പ്രവർത്തകരുടെ ഇടപെടൽ കൊണ്ടാണ്. അപ്പോൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് എൻ്റെ ഏറെ അടുത്ത ഒരു സുഹൃത്താണ് ശ്രീ നിബൂഷ്. അദ്ദേഹം കോളേജ് വിദ്യാർത്ഥിയായിരിക്കുന്ന കാലഘട്ടം മുതൽ എനിക്ക് പരിചയമുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹം ഈ പദ്ധതിയെക്കുറിച്ച് എന്നോട് പറഞ്ഞു. ശ്രീ ഡോക്ടർ മുഹമ്മദ് ഹനീഷ് എന്ന് പറയുന്നത് ജില്ലയിലെ നാഷണൽ ഹെൽത്ത് മിഷൻ, കേന്ദ്ര സർക്കാരിൻ്റെ നാഷണൽ ഹെൽത്ത് മിഷൻ്റെ പദ്ധതികൾ ക്രോഡീകരിക്കുന്ന ഒരു വലിയ ഉത്തരവാദിത്വം വഹിക്കുന്ന ഒരു ഓഫീസറാണ്. ഞങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു ഡോക്ടറെ പോസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ എവിടെയെങ്കിലും പണത്തിൻ്റെ കുറവുണ്ടായിട്ടുണ്ട്, ഏതെങ്കിലും ഡോക്ടർമാരെ വർക്കിംഗ് അറേഞ്ച്മെൻറ്റിൽ വെക്കണം, സ്റ്റാഫിനെ വെക്കണം, അങ്ങനെ ജില്ലയുടെ ആരോഗ്യ മേഖലയിലെ വലിയ സർവീസസ് നടത്തുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ ഈ കേന്ദ്ര സർക്കാർ നഗരമേഖലകളിൽ, ഇപ്പോൾ കൊച്ചി നഗരസഭയിൽ 74 വാർഡുകളുണ്ട്. അവിടെ ഏകദേശം 60ഓളം വാർഡുകളിൽ നാഷണൽ ഹെൽത്ത് മിഷൻ്റെ ഏർബൻ ആൻഡ് വെൽനസ് സെൻറ്റർ തുടങ്ങിയിട്ടുണ്ട്. അവിടെ ഉച്ചയ്ക്ക് 1 മണി മുതൽ 7 മണി വരെ ഒരു ഡോക്ടറിൻ്റെ സൗകര്യം, ഒരു നഴ്സ്, ഒരു ഫാർമസിസ്റ്റ്, മറ്റ് ജീവനക്കാരെല്ലാം ഉണ്ട്. നമ്മുടെ ഇവിടെ ഒരു പ്രധാനപ്പെട്ട ദൗത്യം, ഒരു പക്ഷേ കോവിഡും അതുപോലുള്ള മാരകമായ മഹാമാരികളൊക്കെ വന്നപ്പോൾ ഫലപ്രദമായി നമുക്കതിനെ തടഞ്ഞു നിർത്താൻ കഴിഞ്ഞത് നമ്മുടെ ആശാ വർക്കർമാരും അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യ പ്രവർത്തകരും നടത്തിയ വളരെ സുദീർഘമായ സേവനമാണ്. ഇപ്പോൾ ഇവിടെ ഏകദേശം 36 തരം മരുന്നുകളും 10 തരം ലാബിൻ്റെ കാർഡ് ഉപയോഗിച്ചിട്ടുള്ള ടെസ്റ്റുകളും അതുപോലെ തന്നെ മറ്റ് പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങളും അതുപോലെ മറ്റ് ആരോഗ്യ പ്രവർത്തനങ്ങൾ, വാക്സിനേഷൻ അടക്കം, കുഞ്ഞുങ്ങളുടെ വാക്സിനേഷൻ അടക്കം ക്രോഡീകരിക്കാൻ കഴിയുന്ന ഈ പഞ്ചായത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആരോഗ്യ കേന്ദ്രമായി ഇത് മാറാൻ പോവുകയാണ്. അത് വളരെ മനോഹരമായി അതിൻ്റെ പ്രവർത്തനങ്ങൾ, ഈ കെട്ടിടത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചു. പഞ്ചായത്ത് വളരെ കൃത്യമായി ഈ പ്രവർത്തനങ്ങൾ ക്രോഡീകരിക്കാനും അത് നിയന്ത്രിക്കാനും എല്ലാം മുന്നോട്ട് വന്നതിൽ അവരോടുള്ള നന്ദിയും ഞാൻ ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട്, ഈ ജനകീയ ആരോഗ്യ കേന്ദ്രം കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തിക സഹായത്തോടുകൂടി തുടങ്ങിയ ഈ ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻറ്റർ ആയുഷ്മാൻ ആരോഗ്യ മന്ദിറിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ്. ഞാറക്കൽ ഗ്രാമപഞ്ചായത്തിലെ 3ാം വാർഡിൽ നിലവിലുണ്ടായിരുന്ന സബ് സെന്റർ പൊളിച്ചു നീക്കിയാണ് ആധുനിക രീതിയിലുള്ള നിരവധി സൗകര്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന 1650 സ്ക്വയർ ഫീറ്റോളം വലിപ്പമുള്ള പുതിയ കെട്ടിടം നിർമ്മിച്ചത്. ഒരു ഹെൽത്ത് സബ് സെന്ററിനാവശ്യമായ ഓഫീസ്, ലാബ്, IUD റൂം, ഇമ്മ്യൂണൈസേഷൻ റൂം, വെൽനസ് റൂം, റെക്കോർഡ് റൂം, നേഴ്സ് റൂം തുടങ്ങിയ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്.
ഈ സബ് സെന്ററിന്റെ നിർമ്മാണം പൂർത്തിയായതോടെ ഞാറക്കൽ ഗ്രാമപഞ്ചായത്തിന്റെ വടക്കൻ മേഖലയിൽ താമസിക്കുന്നവർക്ക് കൂടുതൽ മെച്ചപ്പെട്ട ആരോഗ്യ സേവനം പ്രദാനം ചെയ്യുവാൻ സാധിക്കുമെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച ഞാറക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആശാ പൗലോസ് പറഞ്ഞു. ഇന്ന് നമ്മുടെ പഞ്ചായത്തിന് ഏറെ സന്തോഷവും അഭിമാനവും നിറഞ്ഞ ഒരു സുപ്രധാന ദിവസമാണ്. നമ്മളുടെ ജനത്തിന് ആരോഗ്യ സുരക്ഷയ്ക്ക് വേണ്ടി ഈ ആരംഭിക്കുന്ന ഈ ആരോഗ്യ ഉപകേന്ദ്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിക്കാൻ സാധിച്ചതിൽ എനിക്കേറെ അഭിമാനവും സന്തോഷവുമുണ്ട്. ഒരു നാടിന്റെ വികസനം എന്ന് പറയുന്നത് നമ്മുടെ ജനത്തിന്റെ ആരോഗ്യവും ജീവിത നിലവാരവും അടിസ്ഥാനമാക്കിയാണ് വിലയിരുത്തപ്പെടുന്നത്. ആരോഗ്യമുള്ള ഒരു സമൂഹമാണ് ശക്തമായ ഒരു സമൂഹത്തിന്റെ അടിത്തറ. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ മികച്ച ആരോഗ്യ സേവനങ്ങൾ എളുപ്പത്തിൽ ലഭ്യമാക്കുക എന്നതാണ് ഈ ആരോഗ്യ ഉപകേന്ദ്രത്തിന്റെ പ്രധാന ലക്ഷ്യം. ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്ത നമ്മുടെ നോർത്ത് സബ് സെന്റർ നമ്മുടെ പ്രദേശത്തെ ജനങ്ങൾക്ക് വലിയൊരു ആശ്വാസവും കരുത്തുമായിരിക്കും. പ്രാഥമിക ആരോഗ്യ സേവനങ്ങൾ ജനങ്ങളുടെ വീടിനോട് അടുത്ത് ലഭ്യമാക്കുകയും രോഗങ്ങൾ നേരത്തെ കണ്ടെത്താനും ആരോഗ്യ സംരക്ഷണ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുവാനും ഈ കേന്ദ്രത്തിന് സാധിക്കും. പ്രത്യേകിച്ച് ഗർഭിണികൾ, കുട്ടികൾ, വയോജനങ്ങൾ, ജീവിതശൈലി രോഗങ്ങൾ നേരിടുന്നവർക്ക് ഏറ്റവും ഉപകാരമാണ് ഈ സ്ഥാപനം. അതുപോലെ തന്നെ ആരോഗ്യ ബോധവൽക്കരണവും പ്രതിരോധ പ്രവർത്തനങ്ങൾ, പരിശോധനകൾ, ആവശ്യമായ ആരോഗ്യ നിർദ്ദേശങ്ങൾ എന്നിവ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ ഈ കേന്ദ്രം പ്രധാന പങ്ക് വഹിക്കുന്നു. ഇത് നമ്മുടെ ജനങ്ങളുടെ പ്രതീക്ഷകളുടെയും വിശ്വാസത്തിന്റെയും കേന്ദ്രമാണ്. എല്ലാവരും ഈ സ്ഥാപനം സ്വന്തം സ്ഥാപനമായി കണ്ട് സംരക്ഷിക്കുകയും പ്രയോജനപ്പെടുത്തുകയുമെന്ന് ഈ അവസരത്തിൽ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ചടങ്ങിൽ MLA ടോണി ചമ്മണി മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ജോഷി, ജില്ലാ പഞ്ചായത്ത് അംഗം അനിത തോമസ്, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ KP സുനിൽ ദത്ത്, ലൈമി ദാസ്, AR ചന്ദ്രബോസ്, ശാരദ സജികുമാർ, വാർഡംഗം NA ജോർജ്, പഞ്ചായത്ത് സെക്രട്ടറി നവ്യ AS, ഡോക്ടർ വിമല പണിക്കർ എന്നിവരോടൊപ്പം ആരോഗ്യ വകുപ്പിലെയും തദ്ദേശ സ്വയംഭരണ വകുപ്പിലെയും ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുത്തു.